ആമസോൺ പ്രൈമിൻ്റെ ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ കോമഡി സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നൈസ് പടമാണ്. ജോൺസിനെയും പ്രിയങ്ക ചോപ്രയും ഇഡ്രിസ് എൽബ എല്ലാം ഉള്ള ഒരു നൈസ് കാസ്റ്റാണ് ഈ സിനിമയുടെ. ഇവർ 3 പേരെയാണ് ഈ സിനിമയിൽ പറയുന്ന മെയിൻ ലീഡിങ് റോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ അമേരിക്കൻ പ്രസിഡൻറ്റ്, ഒരാൾ ഈ പറയുന്ന ലണ്ടൻ്റെ പ്രൈം മിനിസ്റ്റർ. അപ്പം ഇവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർ നേറ്റോയുടെ മീറ്റിങ്ങിന് വെച്ച് കാണുന്നതും അത് കഴിഞ്ഞിട്ട് ഇവർ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ പ്ലെയിൻ ഉണ്ട്, എയർഫോഴ്സ് ആണ്. അപ്പം അതിൽ ചെറിയൊരു ട്രിപ്പല്ല ചെറിയൊരു ട്രാവൽ ചെയ്യുന്നു, അതായത് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു പ്ലെയിൻ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കുറേ വില്ലന്മാർ. അത് കഴിഞ്ഞിട്ട് ഇത് ക്രാഷ് ലാൻഡ് ചെയ്യുന്ന, ഈ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് ഇവർ ഈ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും തട്ടിപ്പോയെന്നാണ് ലോകം വിചാരിക്കുന്നത്. ഇവർ പക്ഷേ ഈ ആരാണ് ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്തത്, അതായത് ഇൻസിഡൻറ്റ് കാണണമല്ലോ, അത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതും പ്രിയങ്ക ചോപ്ര നോവൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു MI6 ഏജൻ്റാണ്. ഇവർ 3 പേരും കൂടെ നടത്തുന്ന ഒരു മിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജോൺസിനയുടെയും ഇഡ്രിസ് എൽബയുടെയും ഒരു കോംബോ കെമിസ്ട്രിയാണ് ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. ഒരു കോമഡി പ്ലസ് ആക്ഷൻ. ഈ ജോൺസിനയുടെ കുറച്ച് കോമഡി പരിപാടികളുണ്ട്. പണ്ട് പുള്ളി ആക്ടിങ്ങിൽ ഭയങ്കര മോശമായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ പീസ് മേക്കറെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പുള്ളി ആ ഒരു സാധനം പിടിച്ച് ഒരു കോമഡി ലൈൻ പിടിച്ച് പോകുന്നൊരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് പടമാണ്. കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്ന, കോമഡിയും ആക്ഷനും കൂടെ ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റിയ സിനിമ.